അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് കടുത്ത ക്ഷീണത്തോടെയാണ് ഹസീന തൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു കയറിയത്. വാതിൽ തുറന്ന് അകത്ത് കയറിയ ഉടനെ തന്നെ അവൾ സോഫയിലേക്ക് തളർന്നു വീണു. അനീഷ്! ഹസീനയുടെ ശബ്ദത്തിൽ അസഹിഷ്ണുത നിറഞ്ഞിരുന്നു. എന്നാൽ കിച്ചണിൽ നിന്ന് കൈകൾ തുടച്ചുകൊണ്ട് അനീഷ് ഓടിയെത്തി. എന്താ ഹസീന? ഹസീനയോ? മേഡം എന്ന് വിളിക്കടാ. എന്താ മേഡം? ഇത്രയും സമയം ഞാൻ പുറത്ത് കഷ്ടപ്പെട്ട് വന്നിട്ട് നിനക്ക് കുറച്ച് ഫുഡ് എടുത്ത് വെച്ചുകൂടായിരുന്നോ? ഹോട്ടൽ ഫുഡ് എനിക്ക് വേണ്ട എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, വേഗം എടുത്തു വെക്ക്. അനീഷ് ബഹുമാനത്തോടെ തല കുനിച്ച് അടുക്കളയിലേക്ക് പോയി. അവൻ മണിക്കൂറുകളെടുത്ത് പട്ടിണി കിടന്ന പോലെ ഹസീനക്കായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചൂടുള്ള ഭക്ഷണമായിരുന്നു അത്. ഒരു പ്ലേറ്റിലാക്കി വളരെ ഭയത്തോടെയും ബഹുമാനത്തോടെയും അവനത് ഹസീനയുടെ മുന്നിലെ മേശപ്പുറത്ത് വെച്ചു. അതിൽ പ്രോട്ടീൻ, കാൽസ്യം എല്ലാം അടങ്ങിയിരിക്കണം എന്ന് നിർബന്ധമായിരുന്നു. ഹസീന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അവളുടെ ഭാവം മാറിയത്. എന്താടാ ഇത്? ഹസീനയുടെ അലർച്ച ആ മുറിയിൽ മുഴങ്ങി. ഇതെന്താ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ എത്ര പ്രതീക്ഷയോടെയാണ് വരുന്നത് നിനക്കറിയാമോ? അത് ഹസീന. നോ, ഹസീന എന്ന് വിളിച്ചു പോരുത്. മേഡം അത്... അനീഷ് വിറച്ചു. ഹസീനയോ ഹസീനയെന്നോ നീ വിളിച്ചാൽ ഇനി നിന്റെ തല കാണില്ല. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ഇതിൽ ഉപ്പുണ്ടോ മുളകുണ്ടോ? നാണമില്ലടാ നിനക്ക് ഇതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ. കോപം സഹിക്കാൻ കഴിയാതെ ഹസീന ആ ചില്ലു പ്ലേറ്റ് എടുത്ത് അനീഷിൻ്റെ നേരെ കടുപ്പത്തിൽ എറിഞ്ഞു. ചില്ലു പ്ലേറ്റ് അനീഷിൻ്റെ നെറ്റിയിൽ ശക്തമായി വന്നു തട്ടി തറയിൽ വീണ് ചിന്നി ചിതറി. ഒപ്പം അവൻ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഭക്ഷണം തറയിലാകെ ചിതറി വീണു. നെറ്റി പൊട്ടി രക്തം വാർന്നിട്ടും അനീഷ് ഒന്നും മിണ്ടിയില്ല. മര്യാദക്ക് അതെല്ലാം പറക്കിയെടുത്ത് വൃത്തിയാക്കിക്കോണം, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ഹസീന ആരുടെയോ ഫോൺ കോൾ വന്ന് വാതിലടച്ച് പുറത്തേക്ക് പോയി. പുറത്തൊരു കാർ വന്ന് നിൽക്കുന്നതും അവൾ അതിൽ കയറി പോകുന്ന ശബ്ദവും കേട്ടു. അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് റിസ്വാൻ വക്കീലും സഫീറും ആ റൂമിൽ നിന്നുള്ള കടുത്ത ഒച്ചപ്പാടും ബഹളവും തെറിവിളികളും കേൾക്കുന്നുണ്ടായിരുന്നു. എന്തോ വലിയ പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് റിസ്വാന, സഫീർ പറഞ്ഞു. അവൾ പോയിട്ടുണ്ടാകും, നമുക്കൊന്ന് പോയി നോക്കാം, റിസ്വാന പറഞ്ഞു. അവർ വാതിൽ തുറന്ന് ഹസീനയുടെ ഫ്ലാറ്റിലേക്ക് നോക്കിയ കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. തറയിൽ വീണ് ചിതറിക്കിടക്കുന്ന ഭക്ഷണവും ചില്ല് കഷ്ണങ്ങളും കണ്ണീരോടെ കൈകൾ കൊണ്ട് പെറുക്കിയെടുക്കുകയാണ് അനീഷ്. അവൻ്റെ നെറ്റിയിൽ നിന്ന് രക്തം വറ്റാതെ ഒഴുകുന്നുണ്ടായിരുന്നു. അനീഷ്! റിസ്വാന ഓടി വന്നു അവൻ്റെ അടുത്തേക്ക് ചെന്നു. അനീഷ് ഭയത്തോടെ ദയനീയമായി അവരെ നോക്കി. അത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ... ഒരിക്കലുമല്ല, നീ കള്ളം പറയേണ്ട അനീഷ്. നിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വീണതാണെങ്കിൽ നിന്റെ നെറ്റിയിൽ നിന്ന് എങ്ങനെയാണ് രക്തം വരുന്നത്? അതെ, ഒരു വക്കീലിനോട് കളവ് പറയാൻ പാടില്ല, എല്ലാം കണ്ടുപിടിക്കും അവർ. റിസ്വാന ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി ചോദിച്ചു. ഉടൻ തന്നെ റിസ്വാന തന്റെ ഷാളിൻ്റെ ഒരു ഭാഗം കീറിയെടുത്ത് അനീഷിൻ്റെ നെറ്റിയിലെ മുറിവിൽ മുറുകെ കെട്ടിക്കൊടുത്തു. എന്താണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്? നീ എന്തിന് ഇതൊക്കെ സഹിക്കുന്നത്? എത്രയെന്ന് വിചാരിച്ച ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? റിസ്വാന ആർദ്രമായി ചോദിച്ചു. റിസ്വാനയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ അനീഷിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ വിതുമ്പി കരയാൻ തുടങ്ങി. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അനീഷ് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എൻ്റെ കയ്യിൽ MDMA കഞ്ചാവോ മയക്കുമരുന്ന് വെച്ച് തന്ന് എന്നെ പോലീസിന് കൊടുക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് പേടിയാണ്. ഒരു നിമിഷം റിസ്വാനും സഫീറും ഞെട്ടിപ്പോയി. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കുരുത്തക്കേടാണ് വക്കീലെ എനിക്കിതൊക്കെ കിട്ടാൻ കാരണം. പെട്ടെന്നുള്ള ആഡംബര മോഹങ്ങൾക്കും പ്രണയത്തിനും പുറകെ പോയതാണ് ഞാൻ. എട്ടും പെട്ടും തിരിയാതെ ഈ കെണിയിൽ വന്ന് വീണു. ഇപ്പോൾ ഞാൻ ഇവളുടെ വെറും അടിമയാണ്. അനീഷ് പൊട്ടിക്കരഞ്ഞു. റിസ്വാൻ വക്കീലിൻ്റെ മനസ്സ് അലിഞ്ഞുപോയി. പഠിച്ചോനെ, ഇങ്ങനൊരു അടിമയായി ജീവിക്കുന്നുണ്ടല്ലോ ഇവൻ, റിസ്വാന സ്വയം പറഞ്ഞു. അനീഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് റിസ്വാന തുടർന്നു. ഇതാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും എട്ടും പെട്ടും തിരിയാതെ കാണുന്ന പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും കൂടെ ഇറങ്ങിത്തിരിക്കും. അത് സോഷ്യൽ മീഡിയയും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിച്ച് പല കെണികളിലും പെട്ടുപോകും. ലഹരിയുടെയും ഭീഷണിയുടെയും വലക്കുള്ളിൽ അകപ്പെടുമ്പോഴാണ് സ്വന്തം ജീവിതം തകർന്നു എന്ന് തിരിച്ചറിയുന്നത്. പലരുടെയും ഇന്നത്തെ അവസ്ഥ ഇതുതന്നെയാണ്. സഫീർ അനീഷിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഇനി നീ ഭയപ്പെടേണ്ട അനീഷ്, നിയമം നിൻ്റെ കൂടെയുണ്ട്. ലഹരി മാഫിയകളുടെയും ഭീഷണികളുടെയും മുന്നിൽ തല കുനിക്കേണ്ടവനല്ല നീ. ഈ കെണിയിൽ നിന്ന് നിന്നെ പുറത്തെത്തിക്കാൻ ഞങ്ങളുണ്ടാകും. റിസ്വാന അനീഷിന് ധൈര്യം നൽകി അവനെ സമാധാനിപ്പിച്ചു. എന്നാൽ അവൻ വേറെ പലതും ചിന്തിക്കുകയായിരുന്നു. എന്താ മോനെ നീ ആലോചിക്കുന്നത്?
എൻ്റെ ജീവിതം ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലേ കൂട്ടിൽ നിന്ന്. പലവട്ടം ആഗ്രഹിച്ച പല കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നു, ശരിയാണ്. പക്ഷേ ഇനി ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്നും അടിമയെ പോകാനാവില്ല. മടുത്തു, എല്ലാം മടുത്തു. ഇനി ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കാനും താല്പര്യമില്ല. അതെ, എങ്ങനെയെങ്കിലൊക്കെ ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റിസ്വാൻ വക്കീൽ പറഞ്ഞു. മോനെ അനീഷ്, നീ വിഷമിക്കരുത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് വലിയ സന്തോഷമായിട്ടുണ്ട്. അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർത്ത് നീ ഒട്ടും ടെൻഷനാവേണ്ട. മേഡം, എനിക്ക് ഈ ലോകം വിട്ട് പോകാൻ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് പോകാനുള്ള സമയമായെന്ന് തോന്നുന്നു. പെട്ടെന്ന് അനീഷിൻ്റെ കണ്ണുകളിൽ എന്തോ ഒളിച്ചു വെക്കുന്ന ഭാവം റിസ്വാൻ വക്കീൽ ശ്രദ്ധിക്കുന്നു. അവർ അതീവ ശ്രദ്ധയോടെ നോക്കുന്നു. അവൻ്റെ നെറ്റിയിലെ മുറിവിൽ നിന്നുള്ള രക്തം കെട്ടിയ തുണിയിലൂടെ പടരുന്നുണ്ടായിരുന്നു. വിതുമ്പുന്ന അവനെ ആശ്വസിപ്പിക്കാൻ റിസ്വാനയും സഫീറും ശ്രമിക്കുന്നതിനിടെയാണ് അനീഷ് പെട്ടെന്ന് റിസ്വാൻ്റെ കണ്ണു വെട്ടിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗിലേക്ക് എന്തോ ഒരെണ്ണം ധൃതിയിൽ എടുത്തു വെച്ചത്. അതിൻ്റെ ചലനം റിസ്വാന അനുഭവസമ്പന്നമായ കണ്ണുകളിൽ പെട്ടു. റിസ്വാനയുടെ. അനീഷ്, എന്താണിത്? നീ ആ ബാഗിൽ എന്താ എടുത്തു വെച്ചത്? റിസ്വാന അതിശയത്തോടെ ചോദിച്ചു. പെട്ടെന്ന് അനീഷ് പരിഭ്രമിച്ച് കൈകൾ പിറകോട്ട് വലിച്ചു. അതൊരു മെഡിസിനോ വക്കീലേ? മെഡിസിനോ? എന്ത് മെഡിസിൻ? എന്തിനുള്ള മെഡിസിൻ? തലവേദനയ്ക്ക് ഉള്ളതാ. തലവേദനയ്ക്കോ? എനിക്ക് നല്ല തലവേദന ഉണ്ട് അനീഷ്. വിറക്കുന്ന ശബ്ദത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഓ അങ്ങനെ, സാരമില്ല മോനെ, നീ ഒന്ന് തണുക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നിനക്ക് ഇനി നല്ലൊരു ജീവിതം ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഹസീനത്തിന് നിന്റെ ജീവിതത്തിലേക്ക് വരാതെ ഞങ്ങൾ ശ്രദ്ധിക്കും. റിസ്വാൻ വക്കീൽ അവനെ ആശ്വസിപ്പിച്ചു. പക്ഷേ അനീഷിൻ്റെ കണ്ണുകളിൽ പ്രകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ നിർവികാരനായി മുന്നോട്ട് നോക്കി പറഞ്ഞു, അതെൻ്റെ ജീവിതമോ വക്കീലേ. 22 വർഷം ഞാൻ ജീവിച്ചില്ലേ, അത്രയും മതി. ഇനി ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് വയ്യ. എന്താ നീ പറയുന്നത് അനീഷേ? സഫീർ ഇടയിൽ കയറി പറഞ്ഞു. മോനെ, നീ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല നിനക്ക്. ഒരു തെറ്റ് പറ്റി, ഒരു കെണിയിൽപ്പെട്ടു എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കാനാണോ നീ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നത്? അനീഷ് കരച്ചിലെടുക്കാനാവാതെ പൊട്ടിത്തെറിച്ചു. എനിക്ക് ഈ ലോകത്തൊന്നുമില്ല എൻ്റെ വക്കീലെ. നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. എനിക്കിനി ആരോടും മുഖം കാണിക്കാൻ കഴിയില്ല. അതെ, ഞാൻ പേരിന് ഒരു ഒളിച്ചോടിപ്പോയ ഒരാളായി നാട്ടിലൊക്കെ. അവൻ സഫീറിൻ്റെ കൈകൾ പിടിച്ച് വിതുമ്പി. വക്കീൽ എന്തെങ്കിലും ചെയ്ത് എൻ്റെ മാതാപിതാക്കളെ മാത്രം രക്ഷിക്കണം. പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല വൃദ്ധസദനത്തിലെങ്കിലും അവരെ കൊണ്ടാക്കണം. അവരെ തനിച്ചാക്കരുത്. അത് മാത്രമേ എനിക്ക് അവസാനമായി പറയാനുള്ളൂ. അത്രയും പറഞ്ഞ് സ്വന്തം കണ്ണീര് തുടച്ചുകൊണ്ട് അവൻ ആ റൂമിൻ്റെ ഒരറ്റത്തേക്ക് പോയി. അവൻ്റെ വാക്കുകളിൽ നിരാശയുടെ കടും കറുപ്പ് പടർന്നിരുന്നു. അനീഷ് അപ്പുറത്തേക്ക് മാറിയ നിമിഷം റിസ്വാന ഉള്ളിൽ എന്തോ ഒരു ഭയം അവരുടെ മനസ്സിൽ ഇരച്ചു കയറി. അവർ വേഗത്തിൽ അനീഷിൻ്റെ ബാഗിനടുത്തേക്ക് ചെന്നു. അതിൽ കൈയിട്ട് തപ്പി. ബാഗിൻ്റെ അടിത്തട്ടിൽ നിന്ന് കിട്ടിയ ആ ചെറിയ ഗ്ലാസ് കുപ്പി കണ്ടപ്പോൾ റിസ്വാന വക്കീലിൻ്റെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. പഠിച്ചോനെ! റിസ്വാന അറിയാതെ നിലവിളിച്ചു പോയി. സഫീർ ഓടിയെത്തി. എന്താ റിസ്വാൻ? എന്താ അത്? സഫീറെ, നോക്ക്, മാരകമായ വിഷത്തിൻ്റെ കുപ്പിയാണത്. അല്ലാ, ഇതവൻ്റെ വയറ്റിൽ ചെന്നാൽ ആ നിമിഷം അവൻ മരിക്കും. റബ്ബേ, ഇതാണോ അവൻ തലവേദനയ്ക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ്? റിസ്വാനിൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ, എന്തവസ്ഥയാണിത്? സഫീറിൻ്റെ നെഞ്ചു പിടഞ്ഞു. റിസ്വാന, അതവിടുന്ന് മാറ്റിവെക്ക്. ഒരു കുട്ടിയുടെ ജീവൻ കളയാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ. അതവൻ്റെ കയ്യിൽ കിട്ടിയാൽ ഉറപ്പായിട്ട് അവൻ കഴിക്കും. അടിയന്തിരമായ കുപ്പി അവിടുന്ന് മാറ്റ്. റിസ്വാന ആ വിഷക്കുപ്പി സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റിവെച്ചു. രണ്ടുപേരുടെയും ഉള്ളിൽ വലിയൊരു ഭാരം വന്നു മൂടിയിരുന്നു. റിസ്വാന, സഫീർ വിതുമ്പലോടെ പറഞ്ഞു. ഇങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ല. മാനസികമായി അവൻ അത്രയും തകർന്നിരിക്കുകയാണ്. അതെ സഫീർ. റിസ്വാന കണ്ണുകൾ തുടച്ചു. പഠിച്ചവനെ, ഈ കുട്ടിയെ പെട്ടെന്ന് തന്നെ നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് രക്ഷിക്കണം. മനസ്സിൻ്റെ ഭാരം കുറച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാലേ ഇവൻ രക്ഷപ്പെടൂ. അല്ലാതെ അവനിനി സ്വയം ഒരു തിരിച്ചുവരവ് എളുപ്പമല്ല. അനീഷേ മോനെ. സഫീർ പതുക്കെ അനീഷിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ തോളിൽ കൈയിട്ടു. അനീഷ്, ജീവിതം തോറ്റു കൊടുക്കാനുള്ളതല്ലടാ. നീ ചെയ്ത തെറ്റുകളേക്കാൾ വലുതാണ് നിനക്ക് ഇനിയുള്ള ജീവിക്കാനുള്ള ആയുസ്. ഇനിയും നിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നിൻ്റെ നാളത്തെ നല്ല നാളുകൾക്ക് വേണ്ടിയും നീ ജീവിച്ചേ പറ്റൂ.
ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. അനീഷ് സഫീറിന്റെ നെഞ്ചിലേക്ക് ചെരിഞ്ഞ് പൊട്ടിക്കരഞ്ഞു. മനസ്സിലെ വിഷമങ്ങളും ഭയങ്ങളും കണ്ണീരായി ഒഴുകിപ്പോകാൻ തുടങ്ങിയ നിമിഷം ആ ചെറുപ്പക്കാരൻ മരണത്തിന്റെ വാതിലിൽ നിന്ന് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് ആദ്യത്തെ ചുവട് വെക്കുകയായിരുന്നു. മോനെ, പ്രതിസന്ധികളിലും തെറ്റുകളിലും പെട്ടുപോകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നതല്ല പോംവഴി. താങ്ങായി നിൽക്കാൻ നന്മയുള്ള മനസ്സുകളും ശരിയായ കൗൺസിലിങ്ങും വഴികാട്ടിയായാൽ എത്ര വലിയ കറുത്ത ഗർത്തത്തിൽ നിന്നും ഏതൊരു വ്യക്തിക്കും ജീവിതത്തിലേക്ക് തിരിച്ച് വരാൻ സാധിക്കും. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തിനായിരുന്നു അത്? ക്ഷമിക്കണം, ജീവിതം അടുത്തു എന്ന് തോന്നിയപ്പോൾ വാങ്ങി വെച്ചതാണ്. എന്ത് ചെയ്യുക, അല്ലാതെ രക്ഷയില്ലായിരുന്നു. മോനെ, പെട്ടെന്ന് റിസ്വാന വക്കീൽ, എൻ്റെ പൊന്നു മോനെ, എൻ്റെ ഒരു ആങ്ങളക്കുട്ടിയുടെ സ്ഥാനത്താണ് ഞാൻ നിന്നെ കാണുന്നത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അത് സഹിക്കുമോ? ഞങ്ങളൊക്കെ നിന്നെ സ്നേഹിക്കാനുണ്ടല്ലോ മോനെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആടിപ്പാടികൊണ്ട് അവൾ വരുന്നു. എന്നാൽ വാതിൽ തള്ളി തുറന്ന് കൊണ്ടുവന്നത് ഒരു പുരുഷനായിരുന്നു. ഒരു പുരുഷൻ അവളെ താങ്ങിയെടുത്ത് കൊണ്ടുവന്ന് ബെഡിലേക്കിടുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അവർ ഒരു നിമിഷം മാറി നിന്നു. വാഹനത്തിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ, ഇതാണ് സ്ഥിതി, ഇവളുടെ കൂടെയാണ് നിന്റെ ജീവിതം. അതെ, അവൾ നല്ല മയക്കത്തിലാണ്. എന്തോ വെള്ളം അടിച്ച് കയറ്റി കൊണ്ടുവന്നാന്ന് തോന്നുന്നു. ഇങ്ങനെയുണ്ടാവല്ലോ പെണ്ണുങ്ങൾ, മയക്കുമരുന്നും കഞ്ചാവൊക്കെ അടിച്ച് വരികയായിരിക്കും. ബാറും ഡാൻസും ഇവറ്റുകളെയൊക്കെ കെട്ടിത്തൂക്കി അടിക്കുകയാണ് വേണ്ടത്. ശരിക്കും റിസ്വാന വക്കീലിന് ദേഷ്യം ഇരച്ചു കയറി. അവളുടെ ആ കിടപ്പും ആ വസ്ത്രധാരണവും എല്ലാം കണ്ടപ്പോൾ. അവളുടെ പേഴ്സ്, ബാഗ് അതെല്ലാം അവിടെയുണ്ട്. എന്നാൽ ആ പേഴ്സും ബാഗും അതിൽ കീയും ഒരുമിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു നിമിഷം അതാ അവൻ്റെ കണ്ണുകൾ, അനീഷിൻ്റെ കണ്ണുകൾ ആ ചാവിയിലേക്ക് ചെന്നു. മാഡം, ഇതാണ് ആ ചാവി. ഇനിയിപ്പോഴൊന്നും ഉണരില്ല. ഇനി 4-5 മണിക്കൂർ, ചിലപ്പോൾ നേരെ വെളുത്ത് 10 മണിയാവുമ്പോൾ കിടത്തായിരിക്കും. ഈ ഒരു കിടത്തം ചിലപ്പോൾ കുറേ ഛർദ്ദിക്കും, കുറേ എന്തൊക്കെയാവും. അതൊക്കെ ക്ലീൻ ചെയ്യലൊക്കെയാണ് എൻ്റെ പണി. ഇനിയിപ്പോൾ ഒന്നും അനങ്ങൂല, നല്ല ഡോസുള്ള കയറ്റി വരികയാണ്. റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ ബുദ്ധി ഉദിച്ചു. അനീഷ്, അവരുടെ ആ പൂട്ടിയിട്ട അലമാര തുറക്കാൻ ഇതിൽ ചാവിയുണ്ടോ? അതെ, അത് എൻ്റെ അടുത്ത് തരില്ല, അതിൽ എന്തൊക്കെയോ രഹസ്യങ്ങളാണ്. എന്നാൽ അനീഷ് തുറക്ക്, ധൈര്യത്തോടെ തുറക്കാം, ഞാനാണ് പറയുന്നത്. അങ്ങനെ ഹസീന തളർന്നു കിടക്കുന്ന ആ ഒരു സമയം, അവൾ ബോധമില്ലാതെ മസ്തായി കിടക്കുന്ന സമയത്ത് അനീഷ് ആ അലമാര തുറന്നു. അതിനുള്ളിൽ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളായിരുന്നു. അതായത് വിലപിടിപ്പുള്ള ഒരുപാട് എന്തൊക്കെയോ വസ്തുക്കൾ. അതിനിടയിൽ ഭദ്രമായി ആ ഒരു ഫോൺ, 1-2 ഫോണുണ്ട്. ഇതൊരു iPhone 70 Pro Max ആണെന്ന് അവർ പറഞ്ഞിരുന്നു. ആ അടിസ്ഥാനത്തിൽ ആ ഫോൺ കിട്ടി. റിസ്വാന വക്കീലിൻ്റെ കൈകളിൽ അവൻ കൊടുത്തു. സഫീർ, ഇത് കണ്ടോ, ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് രേഖകളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് അറിയണം. ഓക്കെ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, അവിടെ കിടക്കട്ടെ. എന്നാൽ ആ നിമിഷം തന്നെ ആ ഫോണിൻ്റെ ഫോട്ടോ ഒന്ന് കൺഫേം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഷമ്മാസിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നു. പിന്നെ രാഹുൽ സാറിൻ്റെ ഫോണിലേക്കും, അതായത് സൗദിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഫോൺ ഇതാണോ എന്നറിയുവാൻ വേണ്ടിയിട്ട്. ആ നിമിഷം തന്നെ ഷമ്മാസ് അത് നജീബ് സാറിന് അയച്ചു കൊടുത്തു. നജീബ് സാറ് നേരെ അത് രാഹുലിന് അയച്ചു കൊടുത്തു. അവൻ ആ ഫോൺ നോക്കി നേരെ നവാസിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. നവാസ്, ഈ ഫോൺ നിങ്ങൾ വാങ്ങിയതാണോ? ആ അതെ. ഇത് എവിടുന്ന് വാങ്ങിയത്? ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഓക്കെ, ഇത് ഉപയോഗിച്ചത് ഇതെൻ്റെ ഭാര്യ സൗദയായിരുന്നു ഉപയോഗിച്ചത്. ഓ, അവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നോ? അതെനിക്കറിയില്ല, ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ അല്ലേ? കൺഫേം ആണല്ലോ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ? യെസ്. അപ്പോൾ തന്നെ നിർദ്ദേശങ്ങൾ റിസ്വാന വക്കീലിന് കൊടുത്തു. ഇത് ആ ഫോൺ തന്നെയാണ് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ റിസ്വാന വക്കീലിൻ്റെ കൈകളിൽ ഫോൺ കിട്ടി. അതെ, എല്ലാവരും കിട്ടുവാൻ കൊതിച്ച ആ ഫോൺ ഇപ്പോൾ സുരക്ഷിതമായി അവരുടെ കൈകളിലായി. എന്നാൽ പോത്തുപോലെ കിടന്നിറങ്ങുന്ന ഹസീന, ശരിക്കും സഫീറും റിസ്വാനയും ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തെറിക്കുകയായിരുന്നു. ഈ നിമിഷം ഇപ്പോൾ തന്നെ ഇവിടുത്തെ പോലീസിനോടൊക്കെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഇവളെ പൊക്കാം, അതുറപ്പാണ്. അതുമാത്രമല്ല, നമുക്ക് എല്ലാ തെളിവുകളും ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. വന്ന ക്യാഷിൻ്റെ കണക്ക്, കൊടുത്ത കണക്ക്, പോയ കണക്ക്, അത് എങ്ങോട്ട് എന്തൊക്കെ, അതൊക്കെ
സുഖസുന്ദരമായി ഇതും വെച്ച് വിലസുകയായിരുന്നു ഇവര്. ഇതായിരുന്നു അതിൻ്റെ. പാവപ്പെട്ട നിരപരാധിയായ ഒരു മനുഷ്യനെ ജയിലിൽ കേട്ടിട്ട് അയാളുടെ ക്യാഷ് കൊണ്ട് സുഖജീവിതം നയിക്കുന്ന ആളുകൾ. ഇതോടുകൂടി അതൊക്കെ അങ്ങ് ക്യാൻസലാകും. ഇത്രയും പെട്ടെന്ന് ഇവളെ പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാൽ അനീഷിന് ഭയമായിരുന്നു. സാർ, അത് ഇനി എന്തെങ്കിലും എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടാകുമോ? ഏയ്, എന്ത് കേസ്? ഞാൻ തന്നെ ഒരു വക്കീലല്ലേ. നമ്മൾ കേരള പോലീസിൻ്റെ ആളുകളാണ്. ചിലർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ഭാഗത്ത് കൂടെ അത് റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നോടാ കളി. ശരിക്കും അത് ഹസീനയുടെ ഫോട്ടോ അടക്കോ എടുത്തിട്ട് നജീബ് സാറിന് വിട്ടുകൊടുക്കുന്നു. ഒരു നിമിഷം നജീബ് സാർ, അല്ലെങ്കിലും അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചാലും കണ്ടെത്തിയാലും ഇതൊക്കെ തന്നെയാണ്. അതെ, അതിനുള്ള ആളുകളങ്ങ് എത്തിയപ്പോൾ സംഭവം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. നജീബ് സാർ ഷെഹർബാനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഷെഹർബാൻ, ഇതല്ലേ നമ്മൾ അന്വേഷിച്ച് നടന്നിരുന്ന ആള്, കേരളം വിട്ട് എങ്ങോട്ടോ പോയി തെളിവുകളില്ലാതെ. എന്താണുള്ള ജോലി? ബാറിൽ ഡാൻസ്, പാട്ട്, കൂത്ത്, ഇതൊക്കെയായിരുന്നു അത്രേ. ശരിക്കും ഷെഹർബാൻ എങ്ങനെ കണ്ടുപിടിച്ചു ഇവരെയൊക്കെ? അതൊക്കെ കണ്ടുപിടിക്കാനാണോ പ്ലാന്? ഇറങ്ങിയിരിക്കുന്നത് ചില്ലറക്കാരിയല്ല, റിസ്വാന വക്കീലാണ്. 2 ദിവസം അതിനുവേണ്ടി ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടതാണ്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. കർണാടകയിൽ എവിടെയാണെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു, എങ്കിലും കണ്ടുപിടിച്ചു. ക്ഷമയോടുകൂടി എന്തു നേരിട്ടാൽ എല്ലാം കണ്ടെത്താനാവും. ഷമ്മാസിനും സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, എന്തൊക്കെ തന്നെയായാലും ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുൾ ഇവിടെ കഴിയും. എന്നാലും റിസ്വാന വക്കീൽ ഇടപെട്ടുകൊണ്ട് കയ്യോടെ പൊക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ സമയം തന്നെ റിസ്വാന വക്കീൽ അതാ കേരള പോലീസിനെ വിവരം അറിയിച്ചു കഴിഞ്ഞു. അതായത് കർണാടക പോലീസിനെയും. കർണാടക പോലീസ് ഇവിടെ ഈ ലോബിയിൽ പ്രവർത്തിക്കുന്നവരെ പൊക്കുവാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷേ ഒരിക്കൽ പോലും ആരെയും കിട്ടുന്നില്ലായിരുന്നു. വളരെ രഹസ്യമായിരുന്നു. അതും ഒരുപാട് വമ്പൻ സ്രാവുകളുടെ ഇടയിലായിരുന്നു അവളും സുഖസുന്ദരമായി കഴിഞ്ഞിരുന്നത്. അതെ, ഗൾഫിൽ നിന്ന് വരുന്ന ആ ഒരു ദിർഹംസ് പോരാത്തതിന് ഇവിടെ കിട്ടുന്ന ക്യാഷ്, എല്ലാം കൊണ്ടും ഹസീന മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു. പലരെയും കേസിൽ ഉൾപ്പെടുത്തി, പലരെയും ജയിലിൽ കടത്തി കുഞ്ഞിക്കതിയെയും ഹസീനയും സുഖസുന്ദരമായി ജീവിക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ ഹസീനയ്ക്കിതാ പിടി വീഴുകയാണ്. എന്നാൽ അനീഷിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് റിസ്വാന വക്കീൽ. മോനെ അനീഷ്, നീ കടുങ്കയൊന്നും ചെയ്യരുത്. ഒരുപാട് തെളിവുകൾ നഷ്ടപ്പെടും നീ ഇല്ലാതിരുന്നാൽ. നീ ഉണ്ടായതുകൊണ്ടും നിന്നെ കണ്ടതുകൊണ്ടും മാത്രമാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചത്. അതിനൊരു ബിഗ് താങ്ക്സ് ഉണ്ട് നിനക്ക്. എല്ലാ കാര്യങ്ങളും ഒന്നറിയണം. അല്ലാതെ നീ ഒരിക്കൽ പോലും വേണ്ടാത്തൊന്നും ചിന്തിക്കരുത് ദയവായി. മോനെ, നിന്നെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. മാഡം, ഇല്ല, എൻ്റെ ഭാഗത്ത് എനിക്ക് പേടി മറ്റൊന്നുമല്ല. എന്നെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുമോ എന്ന് കരുതിയിട്ടാണ്. ഏയ് മോനെ, ഒരിക്കലുമില്ല. പോലീസും കോടതിയും വക്കീലും ഒക്കെയാണ്, നമ്മൾ തന്നെയാണെല്ലാം. ഓക്കെ, കർണാടക പോലീസായാലും കേരള പോലീസാണെങ്കിലും ഇതിനു വേണ്ടിയുള്ള അന്വേഷണത്തിനാണ് നിൽക്കുന്നത്. എന്നാൽ ഈ സമയം അതാ മുഹ്സിൻ തങ്ങളുടെ വീടിൻ്റെ സ്വീകരണമുറി. സായാഹ്നം, ഭാരമേറിയ നിശബ്ദത നിലനിൽക്കുന്ന വീട്. അത് ഒരു ഭാഗത്ത് ചികിത്സക്ക് വന്ന ആളുകൾ മുഹ്സിൻ തങ്ങൾ നിർത്താതെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു. ഉമ്മ തസ്ബീഹ്മാലയും പിടിച്ച് പ്രാർത്ഥനയിലാണ്. ഷെരീഫ് അടുക്കളയിൽ നിന്ന് ചായയുമായി വരുന്നു. അതെ, വേലക്കാരികളുണ്ട്, എങ്കിലും ഭർത്താവിനെ അവൾ തന്നെ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. മുഹ്സിൻ തങ്ങൾ ചികിത്സക്കരികിലാണ്. എന്നാൽ അതിനിടയിൽ പെട്ടെന്ന് അതാ മുഹ്സിൻ തങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നു. അത് ഹാളിൽ കുത്തിവെച്ചിരിക്കുകയായിരുന്നു. ഷെരീഫ് ടീപ്പോയിലിരുന്ന ഫോണിലേക്ക് നോക്കുന്നു. ഷെരീഫ ബീവി. ഡിസ്പ്ലേയിൽ തെളിയുന്ന പേര് കണ്ടതും അവരുടെ കണ്ണുകൾ വിടരുന്നു. ഷെരീഫ പരിഭ്രമത്തോടെയും സന്തോഷത്തോടെയും, ഇക്ക, ഇതാ ഷമ്മാസ് വിളിക്കുന്നു. അതെ, അവളുടെ ശബ്ദം മാത്രം തങ്ങൾക്ക് കേൾക്കാം. ഒരു നിമിഷം അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. മുഹ്സിൻ തങ്ങൾ തിടുക്കത്തിൽ ഓടിയെത്തി ഫോൺ കയ്യിലെടുക്കുന്നു. അതെ, ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈകൾ നേരിയതായി വിറക്കുന്നുണ്ടായിരുന്നു. കാരണം താൻ ഏൽപ്പിച്ച ദൗത്യം, റിസ്വാന വക്കീലിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായോ അതോ ഇല്ലയോ, നിരാശയാണോ റബ്ബേ എന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു അദ്ദേഹം. മുഹ്സിൻ തങ്ങൾ ആശയക്കുഴപ്പത്തോടെയും പ്രതീക്ഷയോടെയും ഹലോ, അസ്സലാമു അലൈക്കും. ഷമ്മാസ് മറുതലയ്ക്കൽ ആവേശത്തോടെ സംസാരിക്കുന്നു. വഅലൈക്കും അസ്സലാം തങ്ങളെ. അൽഹംദുലില്ലാ. അതെ, ഷമ്മാസിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു വാക്ക് കേട്ടപ്പോൾ മുഹ്സിൻ തങ്ങളുടെ മനസ്സ് വളരെയധികം ആകാംക്ഷയോടുകൂടി ഷമ്മാസ്
അതെ തങ്ങളെ, വലിയൊരു തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശേഷിയുള്ള ആ ആദ്യത്തെ ഫോൺ റിസ്വാൻ വക്കീൽ അത് കണ്ടെത്തിയിരിക്കുന്നു. സൗദിയുടെ അനിയത്തിയെയും അവരെയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളെ. ഈ കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ തങ്ങൾ ഒരു നിമിഷം തരിച്ചു നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മുഹ്സിൻ തങ്ങൾ ഒരു നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ. മോനെ, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, അവൾ ഈ കേസ് ഏറ്റെടുത്ത് ഒരിക്കലും വെറുതെ ആവില്ല. അതിനൊരു നല്ല അവസാനം കണ്ടിട്ട് അവൾ നിൽക്കൂ. നീതിയുടെ ഒരു നല്ല ഉത്തരം കിട്ടാതെ അവൾ ഇതിൽ നിന്ന് പിന്മാറില്ല. അതുവരെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്കറിയാം. വെറുതെയാണോ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയെ കേസിൽ ഞാൻ ഏൽപ്പിച്ചത്? അഭിമാനവും സന്തോഷവും കൊണ്ട് തങ്ങളുടെ വാക്കുകൾ ഇടറി. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച ശേഷം മുഹ്സിൻ തങ്ങൾ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി മനമുരുകി പ്രാർത്ഥിച്ചു. എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന് അളവുറ്റതും പരിശുദ്ധവുമായ സ്തുതികൾ. തങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഷെരീഫ ബീവിയും അടുത്തേക്ക് നടന്നെത്തി. ഉമ്മയും കണ്ണീരോടെ കാഴ്ച കണ്ടത്. മോനെ, എന്താ? അതെ, അവർക്ക് വല്ലാത്ത സന്തോഷം. തങ്ങൾ തിരിഞ്ഞ് ഉമ്മയുടെയും ഷെരീഫയുടെയും അരികിലേക്ക് വന്നു. മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, ഉമ്മ, നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടു. അതായത് പുത്തൻവീട് തറവാട്ടിലെ മകൻ നവാസിൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള പ്രധാന തെളിവ് ആ ഫോണിലുണ്ടായിരിക്കും. കേസ് വലിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മുടെ നവാസ് തിരികെ വരും. ഉമ്മ കണ്ണീരോടെ കൈകൾ കൂപ്പി റബ്ബിന് നന്ദി പറഞ്ഞു. ഷെരീഫ ബീവിയുടെ മുഖത്ത് ദിവസങ്ങൾക്ക് ശേഷം ആശ്വാസത്തിൻ്റെ ആ ഒരു പുഞ്ചിരി വിടർന്നു. കാരണം എല്ലാവർക്കും ടെൻഷനായിരുന്നു. കാരണം നവാസിനെ കൊണ്ടുപോയതും പോലീസ് പിടിച്ചതുമൊക്കെ. റബ്ബേ, അല്ലാ, നീ പരീക്ഷിക്കല്ലേ അല്ലാ. ആ കേസൊന്ന് മാറിയിട്ട് ആ ഒരു ഐഷമ്മയുടെ കണ്ണുനീര് ഒന്ന് തീർന്നിരുന്നെങ്കിൽ. പാവമാണ് അവർ. എല്ലാവർക്കും ഒരുപാട് ഉപകാരം ചെയ്യുന്ന സ്ത്രീയല്ലേ. അവർക്ക് ഇങ്ങനെയൊരു പരീക്ഷണം കൊടുത്താൽ പഠിച്ചവനെ അല്ലാ. പെട്ടെന്ന് മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, ഉമ്മ, മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകുന്നല്ലേ. ഐഷും എന്തൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിലും അവർക്ക് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ട്. അത് ശരിയാണ്, നല്ല ആൾക്കാർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ. എന്നാൽ ഈ സമയം കർണാടകയിലെ ആ വിജനമായ ഫ്ലാറ്റ് സമുച്ചയം, സായാഹ്നം കഴിഞ്ഞുള്ള സന്ധ്യ വെളിച്ചം, ഫ്ലാറ്റിൻ്റെ ഇടനാഴിയിൽ കനത്ത നിശബ്ദത. പെട്ടെന്നാണ് ലിഫ്റ്റ് തുറക്കുന്ന ശബ്ദവും അതിനു പിന്നിലെ ഇടനാഴികളിലൂടെ തിടുക്കത്തിലുള്ള ബൂട്ട്സുകളുടെ ശബ്ദവും കേൾക്കുന്നത്. ഫ്ലാറ്റിൻ്റെ വാതിലിൽ ശക്തമായ മുട്ടി വീഴുന്നു. കതക് തുറന്നതും പുറത്ത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥരും ഒപ്പം സഹായത്തിനായി എത്തിയ കർണാടക പോലീസിൻ്റെ സംഘവും സന്നദ്ധരായി നിൽക്കുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പോലീസിൻ്റെ ഈ കടന്നുവരവ് ഫ്ലാറ്റിലുണ്ടായിരുന്ന എല്ലാവരെയും ഒരു നിമിഷം ഞെട്ടിച്ചു കളഞ്ഞു. പക്ഷേ റിസ്വാൻ വക്കീൽ വിളിച്ചിട്ടാണ് വന്നതെന്ന് ആരും അറിഞ്ഞിട്ടില്ല. പോലീസ് സംഘം അതിവേഗം ഫ്ലാറ്റിൻ്റെ അകത്തേക്ക് ഇരച്ചു കയറുന്നു. മുറികൾ ഓരോന്നായി പരിശോധിക്കുന്നിടയിലെ അകത്തെ പ്രധാന റൂമിലേക്ക് കടന്ന കേരള പോലീസ് ഇൻസ്പെക്ടർ അവിടെയുള്ള കാഴ്ച കണ്ട് ഒരു നിമിഷം ആശ്ചര്യത്തോടെ അമ്പരന്ന്. അനീഷ് ശരിക്കും ഞെട്ടുന്നു. വക്കീലെ, എനിക്ക് പേടിയാകുന്നു. പോലീസ് എന്നെ തിരിഞ്ഞു വരികയാണ്. എൻ്റെ പേരിലെന്തോ. ഏയ്, നീ പേടിക്കണ്ട. എന്നാൽ ഇൻസ്പെക്ടർ ആശ്ചര്യത്തോടെയും ഗൗരവത്തോടെയും, അനീഷ്, നീയാണോ ഇത്? ഞങ്ങളും ഈ കേസ് തിരക്കി നടക്കുകയായിരുന്നു. നിന്നെ പറ്റിയാണല്ലോ. അനീഷിൻ്റെ മുഖത്ത് ചോരയോട്ടം വറ്റിപ്പോയി. അതെ, എന്നെ ഹസീന മയക്കുമരുന്ന് കേസിലെങ്ങാനും പെടുത്തിയോ എന്നുള്ള ഭയമായിരുന്നു അവൻ്റെ മനസ്സിൽ. അനീഷ്, എന്താ നീ ഭയക്കുന്നത്? ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? ഈ പെൺകുട്ടിയുടെ കൂടെയാണോ നീ രക്ഷപ്പെട്ടത്? അവിടെ കിടക്കുന്ന അവൾ ഒന്നും അറിയുന്നില്ല. ഹസീന. കേരള പോലീസും കർണാടക പോലീസും ഫ്ലാറ്റ് വളയുകയും അവിടെയുള്ളവരെയെല്ലാം ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതാ റിസ്വാൻ വക്കീൽ മുന്നോട്ടിറങ്ങി വന്നു. അതെ, എന്തായാലും ഇവൻ രക്ഷപ്പെട്ടതാണ്. ഇവൻ 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഇവൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും നമുക്ക് ലഭിക്കുക. കാരണം അത്രയ്ക്കും ഇവൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാൽ പോലീസ് പറഞ്ഞു, എന്താ മോനെ, നീ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ, അപ്പോഴൊക്കെ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ എത്തിയോ? ശരിക്കും അനീഷ് ഭയന്നു. കാരണം അവിടെ ആ ഒരു ഡാൻസ് ബാറിൻ്റെ മറവിൽ നടന്നിരുന്നത് വെറും ഒരു ബാർ മാത്രമായിരുന്നില്ല. അതെ, അവിടെ മയക്കുമരുന്ന് ലോബിയകളും പ്രവർത്തിച്ചിരുന്നു. അതിൽ നിന്നാണ് അതാ അവൾക്കും കണക്കിലേറെ പണവും ലഭിക്കുന്നത്. അതുകൊണ്ട് അവൾ ആർമാദിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം അവൾ ആ ലെക്ക് കെട്ട് ഉണർന്നിട്ടില്ല. ഒരു നിമിഷം അവൾ കണ്ണുകൾ തുറന്നു. പോലീസ് അവളുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. എന്താ ഈ കെടുത്തതിൻ്റെ അർത്ഥം? ഒരു നിമിഷം, എന്താ, നിങ്ങളൊക്കെ ആരാ? അനീഷ്, ചായ കൊണ്ടുവരൂ.
അതെ, അവൾ അതിൽ നിന്ന് ആ ഒരു ലഹരിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. വീണ്ടും അനീഷിനെയാണ് വിളിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ഇൻസ്പെക്ടർ വന്ന് ഇതാ ചായ എന്ന് പറഞ്ഞ് അവളുടെ നേരെ ഒരു വെള്ളം നീട്ടി. നിങ്ങൾ ഇത് അനീഷല്ലല്ലോ, ഇതാരാണ്? എന്താ ഇവിടെ? നിങ്ങളൊക്കെ എന്തിനിങ്ങോട്ട് പ്രവേശിച്ചത്? ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്! ആര് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയത്? അനീഷ്, നീയാണോടാ എല്ലാവരും ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവന്നത്? അവൾ ആ ലഹരിയിൽ നിന്ന് വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്. എന്നാൽ അതാ ആരോ പറഞ്ഞു അവളുടെ തലയിലൂടെ ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കൂ. അപ്പോഴേക്കും ഒരു വനിതാ പോലീസ് അതുപോലെ അങ്ങ് ചെയ്തു. അവൾ ആ ഒരു ലഹരിയിൽ നിന്ന് പതുക്കെ അവൾ ഓർമ്മയിലേക്ക് വരുന്നു. ഒരു നിമിഷം ഭയന്നു. ആരാ നിങ്ങൾക്ക്? എന്തിനിങ്ങോട്ട് വന്നത്? എൻ്റെ ഫ്ലാറ്റിലേക്ക് ആരാ ഇവിടെ കടന്നത്? എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ കടന്നത്? എന്താ നിങ്ങൾക്ക് ആവശ്യം? എന്നാൽ പെട്ടെന്ന് റിസ്വാന വക്കീൽ മുന്നോട്ട് വന്നു. അതെ, ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് ആളുകളെ പറ്റിച്ചല്ലേ ഇവിടെ ജീവിക്കുന്നത്? ഞാൻ ഇവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അല്ല പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിലൂടെ പണം വരുന്നുണ്ട്? ഞാനെന്താ അധ്വാനിച്ച് ഡാൻസ് കളിച്ചുണ്ടാക്കുന്ന ക്യാഷ്, അല്ലാതെ എന്താ? നിങ്ങളെന്താ എന്നോട് ചോദ്യം ചോദിക്കുന്നത്? എൻ്റെ ഫ്ലാറ്റിലേക്ക് അനുവാദമില്ലാതെ കടന്നു വന്നാൽ ഞാൻ കേസ് കൊടുക്കും. എന്താന്നില്ലേ? പെട്ടെന്ന് കർണാടക പോലീസും അവളുടെ മുമ്പിലേക്ക് വന്നു. കേസ് കൊടുത്തോളൂ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? നീ എന്തിനാണ് ഒരു ചെറിയ പയ്യനെ തട്ടിക്കൊണ്ടു വന്നത് ഇങ്ങോട്ട്? അവനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നെ ഡാൻസ് ബാറിൽ പോയി മയക്കുമരുന്ന് ലോബികളിൽ നീ പോയി ആറാടിയത്. അതൊക്കെ അതിൻ്റെ മറവിൽ എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ടല്ലേ? അതെ, യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. എന്നെ അറസ്റ്റ് ചെയ്യുകയോ? എന്തിന്? ഞാനെന്താ ചെയ്തത്? അതെ, അനാവശ്യം പറയരുത്. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട്. നിൻ്റെ വീട് ഈ ഫ്ലാറ്റിൽ അല്ലേ? ഈ ഫ്ലാറ്റിൽ കയറിയിട്ട് അനാവശ്യം പറയരുത്. അപ്പം നീ ചെയ്യുന്ന ഒന്നും ഇവിടെ സംഭവിക്കുന്ന ഒന്നും നടക്കുന്നില്ല അല്ലേ? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ശരിക്ക് എൻ്റെ ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ് എൻ്റെ വരുമാനം ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനിടയിൽ ചില ബിസിനസ്സും. നിങ്ങൾ എന്നെ വെറുതെ നിരപരാധിയായി എന്നെ നിങ്ങൾ. എന്നാൽ അവളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പെട്ടെന്ന് അതാ വനിതാ പോലീസ് വന്നു. ഹസീന, വായടക്ക്. ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് പല ആളുകളെയും ജയിലിൽ നീ കയറ്റി അല്ലേ? നിരപരാധിയായ പല ആളുകളും. എന്നിട്ട് നീ നൈസായിട്ട് ഇവിടെ ജീവിക്കുക പലരുടെയും കൂടെ. പിന്നെ നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ അല്ലേ സുഖസന്തോഷത്തോടെ നീ കഴിയാം. കടക്ക്, പുറത്തേ കടക്ക്. നിനക്കുള്ളത് ഞങ്ങൾ തരാം. നിന്നെ ഒന്ന് ചോദ്യം ചെയ്യാനുണ്ട്. എന്നാൽ പെട്ടെന്ന് അവൾ നോക്കിയത് അതാ ആ ഫോണായിരുന്നു. എന്നാൽ അലമാര തുറന്നു കിടപ്പുണ്ട്. എൻ്റെ ഫോൺ എവിടെ? ഇതിൽ വെച്ച് എൻ്റെ ഫോൺ എവിടെ? പരിഭ്രാന്തിയോടെ അവൾ ചോദിച്ചു. എന്നാൽ റിസ്വാന വക്കീൽ ഒരു നിമിഷം, ഫോണൊക്കെ എവിടെയുണ്ട്? അതിങ്ങ് തന്നെ. നിങ്ങളെന്തിനാ ആ ഫോൺ എടുത്തത്? നാണമില്ലല്ലോ നിങ്ങൾക്ക് എൻ്റെ ഫോണൊക്കെ അടിച്ചു മാറ്റാൻ. ഇതാരുടെ ഫോണാണ്? എൻ്റെ ഫോൺ തന്നെയാണ്. നിൻ്റെ ഫോണോ? അതോ? അതെ, എൻ്റെ ഫോൺ തന്നെയാണ്. എന്താ? എൻ്റെ പ്രൊഫൈൽ കണ്ടില്ലേ? പ്രൊഫൈൽ കണ്ടെന്ന് വിചാരിച്ചിട്ട് നിൻ്റെ ഫോണാൻ ചാൻസ് ഇല്ലല്ലോ മോളെ. സത്യം പറ, ഇത് ആരുടെ ഫോണാണ് ശരിക്കും? അതാ റിസ്വാന വക്കീലിൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ അവളാകെ വിയർത്തു പോയി. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.